ഹലോ, ഏകദേശം കേരളത്തിലെ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നോസ്റ്റഡ് എക്സാംസും അതുപോലെ തന്നെ സെൻട്രൽ എക്സാംസും നാട്ടിലെ കേരള PSC അതുപോലുള്ള എക്സാംസിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ECG ചേഞ്ചസ് ഇൻ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദാറ്റ് ഈസ് സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഓരോ ഇലക്ട്രോലൈറ്റ്സ് വരുമ്പോഴത്തേക്കും അതിൽ കുറേ ECG ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനെല്ലാം ഇതിനോട് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു 3 ഇലക്ട്രോലൈറ്റ്സിലെ ഹൈപ്പോ ആൻഡ് ഹൈപ്പർ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഒരു ECG നമ്മളൊന്ന് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു P വേവ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു QRS കോംപ്ലക്സ് ഉണ്ട്, T വേവ് ഉണ്ട്. ചില സമയങ്ങളിൽ U വേവ് എന്ന് പറഞ്ഞൊരു വേവുകൾ വരും, പക്ഷേ അതെല്ലാ ECG അത്ര റിലവൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ PR ഇന്റർവൽ, ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന ഒരു PR ഇന്റർവൽ അവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ST സെഗ്മെന്റ്, QT ഇന്റർവൽ. ഇതെല്ലാം ഓരോ സെഗ്മെന്റും അതിൻ്റെതായ ഇമ്പോർട്ടൻസ്, ഓരോ വേവിനും ഇമ്പോർട്ടൻസ് വരെയുണ്ട്. അതെല്ലാം ഈ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ECG ചേഞ്ചസിലേക്ക് പോകണം. നമ്മൾ ആദ്യം പറയുന്നത് ഹൈപ്പോകലീം, അതായത് പൊട്ടാഷ്യം കുറയാൻ അല്ലേ? എല്ലാവർക്കും നോർമൽ വാല്യൂസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് പൊട്ടാഷ്യം 3.5 4.5, സോ കാൽഷ്യം 3.5 9.5 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടാഷ്യം കുറയും, ദാറ്റ് ഈസ് ഹൈപ്പോകലീം. അപ്പോൾ ഹൈപ്പോകലീമിയയിൽ വരുമ്പോഴത്തേക്കും എന്ത് ECG ചേഞ്ച് ആണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ECGയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും U വേവ് അത്ര പ്രോമിനന്റ് ആയിരിക്കില്ല എല്ലാ ECGയിലൊന്നും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഹൈപ്പോകലീമിയയിലെ ECG ചേഞ്ച്. ദാറ്റ് ഈസ് U waves become prominent, that is prominent U wave. അതുപോലെ തന്നെ നമ്മളവിടെ ST സെഗ്മെന്റ് പറഞ്ഞല്ലോ, ആ ഒരു ST സെഗ്മെന്റ് നോർമൽ ആയിട്ട് വരുന്ന സ്ഥലത്ത് ഇവിടെ നമ്മുടെ ഹൈപ്പോകലീമിയയിൽ വരുമ്പോഴത്തേക്കും ST ഡിപ്രഷൻ ആണ്. ഓക്കെ, ST സെഗ്മെന്റ് താഴേക്ക് വരും. ഇനി ഹൈപ്പർ കലീമിയ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ളത് ഹൈപ്പർ കലീമിയ. ഹൈപ്പർ കലീമിയ വരുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, കണ്ണുടച്ച് പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ടോൾ പീക്ക് T വേവ് ആണ് ഹൈപ്പർ കലീമിയയിൽ. ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ T വേവ് വളരെ വൈഡായി വളരെ എന്താണ് ഹൈറ്റിലേക്ക് വരും. ടോൾ പീക്ക് T വേവ് കണ്ടാൽ നമുക്ക് ഹൈപ്പർ കലീമിയ ആണെന്ന് ഓർമ്മിക്കാം. അതുപോലെ ഹൈപ്പർ കലീമിയയിൽ വരുന്ന വേറെ ECG ചേഞ്ച് ആണ് QRS വൈഡൻ അല്ലെ? നമ്മൾ QRS എത്രയാണോ ഉള്ളത് അത് ഇങ്ങനെ വൈഡൻ ആയിട്ട്. ഓക്കെ, സോ QRS വൈഡനെങ്കിൽ ടോൾ പീക്ക് T വേവ് ആണ് നമ്മുടെ ഹൈപ്പർ കലീമിയയിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, ഹൈപ്പർ കലീമിയ നിങ്ങൾക്കറിയാം പൊട്ടാഷ്യം കൂടുതലാണ് അല്ലെ? 5ലും പൊട്ടാസ്യം 5ൽ കൂടുതൽ വരുമ്പോഴാണ് ഹൈപ്പർ കലീമിയ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈപ്പോ കാൽസ്യമി വരും അല്ലെ? ദാറ്റ് ഈസ് കാൽഷ്യം അവിടെ കുറയാണ്, ഹൈപ്പോ കാൽഷ്യം. സോ ഹൈപ്പോ കാൽഷ്യമിൽ വരുമ്പോഴത്തേനും അവിടെ നമുക്ക് QT ഇന്റർവൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. QT ഇന്റർവൽ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പല മെഡിസിൻസിനും ചില ആന്റിബയോട്ടിക്സിനും അതുപോലെ തന്നെ ആന്റി അരിത്മിക് ഡ്രഗ്സിനൊക്കെ QT ഇന്റർവൽ പ്രൊളോങ് ചെയ്യാനുള്ളൊരു എന്താണ് പറയുന്ന ഒരു കഴിവുണ്ട്. അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെയുള്ള ആന്റി അരിത്മിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പോ കാൽഷ്യം വരുമ്പോഴത്തേനും ഈ പറഞ്ഞ QT ഇന്റർവൽ പ്രൊളോങ്ഡ് ആവും, അതുപോലെ തന്നെ ST സെഗ്മെന്റ് പ്രൊളോങ്. അപ്പൊ രണ്ട് പ്രൊളോങ്ങേഷൻ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഹൈപ്പോ കാൽഷ്യമിൽ വരുന്നത്. ദാറ്റ് ഈസ് കാൽഷ്യം കുറയുമ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ പ്രൊളോങ് ആവും. ഏതൊക്കെയാണ്? QT ഇന്റർവലും അതുപോലെ തന്നെ ST സെഗ്മെന്റ് പ്രൊളോങ് ആവും. ഇനി ഹൈപ്പർ കാൽഷ്യമിയിലേക്ക് വരുമ്പോൾ, ഓക്കെ, ഹൈപ്പോ കാൽഷ്യമിയിലാണ് ഈ ഒരു ചേഞ്ച് പറഞ്ഞത്. ഹൈപ്പർ കാൽഷ്യമിയിലേക്ക് വരുമ്പോഴത്തേനും അവിടെ സംഭവിക്കുന്നത് നമ്മളിവിടെ ST സെഗ്മെന്റ് പ്രൊളോങ് ആവുന്നത് നമ്മൾ ഹൈപ്പോ കാൽഷ്യമിയിൽ പറഞ്ഞു. ഹൈപ്പർ കാൽഷ്യം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് ST സെഗ്മെന്റ് ഷോർട്ടൻ ആണ്. ദാറ്റ് ഈസ് ഷോർട്ടൻ ST സെഗ്മെന്റ് ആണ് നമ്മൾ ഹൈപ്പർ കാൽഷ്യമിൽ ഒരു ചേഞ്ച്. പിന്നെ പറയുന്നത് T വേവ് ഒറ്റയ്ക്ക് തന്നെ വൈഡൻ ആയി. ഓക്കെ, T വേവ് വൈഡൻ ആണ്, ദാറ്റ് ഈസ് വൈഡൻ T വേവ് ആണ് നമ്മുടെ ഹൈപ്പർ കാൽഷ്യമിൽ ചേഞ്ച് പ്ലസ് ഷോർട്ടൻ ST സെഗ്മെന്റ്. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ 4 ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൽ വരുന്ന ECG ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മെഗ്നീഷ്യം കൂടി ഉണ്ട്. അപ്പോൾ മെഗ്നീഷ്യത്തിന്റെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല പേഷ്യൻസിനും മെഗ്നീഷ്യം അബ്നോർമാലിറ്റി, അതായത് മെഗ്നീഷ്യത്തിൽ വരുന്ന ചേഞ്ചസ് വരുമ്പോൾ ചില അസോസിയേറ്റഡ് ആയിട്ട് തന്നെ പൊട്ടാഷ്യത്തിലും കാൽഷ്യത്തിലും വരുന്ന കാൽഷ്യത്തിനും അതുപോലെ അബ്നോർമാലിറ്റീസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ചില ചേഞ്ചസും ഇവിടേക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹൈപ്പോ മാഗ്നീസിയം എടുക്കണം, ദാറ്റ് ഈസ് മെഗ്നീഷ്യം ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് നമ്മൾ ഹൈപ്പർ കലീമിയയിൽ പറഞ്ഞ ഏതാണ്ട് അതുപോലത്തെ ചേഞ്ച് തന്നെയാണ് അല്ലെ? ഹൈപ്പർ കലീമിയയിൽ നമ്മൾ ടോൾ പീക്ക് T വേവ് ഉണ്ടാവും. ഇവിടെ ഹൈപ്പോ മാഗ്നീസിയം വരുമ്പോഴത്തേനും ടോൾ T വേവ്സ് വരും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഹൈപ്പോ കലീമിയയിൽ പറഞ്ഞ ചേഞ്ച് വീണ്ടും ഹൈപ്പോ മാഗ്നീസിയമിൽ വരും, ദാറ്റ് ഈസ് ST ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഹൈപ്പോ കലീമിയയിലും ഹൈപ്പോ മാഗ്നീസിയമിലും ST ഡിപ്രഷൻ കാണുന്നത് മറന്നുപോകും. അതുപോലെ ഇനി ഹൈപ്പർ മാഗ്നീസിയം കൂടെ നമുക്ക് ഈ പറയുന്നത്. ഹൈപ്പർ മാഗ്നീസിയം വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞ PR ആക്ച്വലി PR എന്ന് പറയുന്ന ഒരു
0.12 to 0.2 ഒക്കെയാണ് അതിൻ്റെ 0.12 to 0.2 സെക്കൻഡ്സ് ആണ് നോർമൽ ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹൈപ്പർ മാഗ്നസീമ വരുമ്പോഴത്തേന് ഈ പി ആർ ഇന്റർവെല്ലും പ്രൊലോങ്ഡ് ആവും. ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് പി ആർ ഇന്റർവെല്ലും വരും. അതുപോലെ തന്നെ ക്യു ആർ എസ് വൈഡൻഡ് ആയിട്ട്, ക്യു ആർ എസ് വൈഡൻഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈപ്പർ കലീനിയ. ഹൈപ്പർ കലീനിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ സി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ പീക്ക് ടി വേവ് ആണ്. അതുപോലെ തന്നെ ക്യു ആർ എസ് വൈഡനിങ്ങും പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈപ്പർ മാഗ്നസീമിയയിലും അതേ ക്യു ആർ എസ് വൈഡനിങ് തന്നെ ഇവിടെ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് പൊട്ടാഷ്യത്തിലും കാൽഷ്യത്തിലും മെഗ്നീഷ്യത്തിലും വരുന്ന ചേഞ്ചസിലുള്ള ഇ സി ജി ചെയ്തത്. സോ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരള പി എസ് സിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഏത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ കണ്ടന്റ് പഠിക്കുക. അതുപോലെ AIS അക്കാഡമിയിൽ അടുത്ത നോട്ട്സ് ലെവലിന് വേണ്ടി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. സോ ദാറ്റ് യു വിൽ ബി becoming a government officer within our. Okay, thank you.